ഉം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അപ്പൊ അഹദ് അള്ളാന്റെ ഇസ്മ തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി വലി ഉസ്താദി വലി മുസന്നിഫി ഹാദൽ കിതാബ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് പിന്നെ മുത്തുലക്കായ വെള്ളത്തെ കുറിച്ചിട്ടാണ്. എന്താണ് മുത്തുലക്കായ വെള്ളം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്തഅമലായ വെള്ളത്തെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാ? അതെ അതെ, മുസ്തഅമലായ വെള്ളം. മുസ്തഅമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കപ്പെടുന്ന വെള്ളം. ഓക്കെ. അപ്പോ ഈ ഉപയോഗിക്കപ്പെട്ട വെള്ളം, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നാണ് നമ്മൾ മുസ്തഅമലായ വെള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്തഅമലായ വെള്ളം കൊണ്ട് വുളൂ ശരിയാവൂല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് മുസ്തഅമലായ വെള്ളം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വായിച്ചോളി, ആരെങ്കിലും ഒരാൾ വായിക്ക്. അൽ മാഉൽ മുസ്തഅമലു കാണുന്നില്ലേ? ഇസ്തിഅമാലിൻ വെള്ളം മുസ്തഅമലാവുക എന്ന് പറയുന്ന ഇസ്തിഅമാലിന്റെ ഹുക്മ് അഥവാ വെള്ളം മുസ്തഅമലാവൽ അതുണ്ടാവൂല. അത് ലാ യസ്ബുത്തു ഇല്ലാ ബി അർബഅത്തി ശുറൂത്തിൻ, 4 നിബന്ധനകളോടുകൂടെയാണ് ഒരു വെള്ളം മുസ്തഅമലാകുന്നത്. ഒരു വെള്ളം മുസ്തഅമലാകുന്നത് 4 നിബന്ധനകൾ കൂടിച്ചേരുമ്പോഴാണ്. അത് ഏതൊക്കെയാ നോക്കാം. എന്ന് വെച്ചാൽ ഒരു വെള്ളത്തെ പറ്റിയിട്ട് നമ്മളിത് മുസ്തഅമലായ വെള്ളം എന്ന് പറയണമെങ്കിൽ അതിൽ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് എന്ന് പറയുന്നത് 2 കൊല്ലത്തിൽ കുറവായ വെള്ളമായിരിക്കണം. 2 ഫർളിൽ ഉപയോഗിച്ചതാവണം. ഫർളായ വുളുവിലോ ഫർളായ കുളിയിലോ ഉപയോഗിച്ചതാവണം. മൂന്നാമത്തത് അത് നിങ്ങൾ മൈക്ക് ഓക്കെ. മൂന്നാമത്തത് കഴുകപ്പെടുന്ന അവയവത്തിൽ നിന്ന് ഇറ്റി വീഴണം. അവയവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് എന്ത് പറയൂല? മുസ്തഅമലായ വെള്ളം എന്ന് പറയൂല. അവയവത്തിൽ നിന്ന് ഉറ്റി വീഴണം, എന്നാലേ മുസ്തഅമലാകുള്ളൂ. നാലാമത്തത് ഇഗ്തിറാഫിന്റെ നിയത്ത് ഉണ്ടാവരുത്. അതെന്താണ് നമ്മൾ അവിടെ എത്തുമ്പോൾ പറയാം. അപ്പൊ ഒന്നാമത് അൽ അവലു കൗനുൽ മായി ദൂന കുല്ലത്തൈന്, 2 കുല്ലത്തിൽ കുറവായിരിക്കണം വെള്ളമുള്ളത്. ആ അവസ്ഥയിൽ പിന്നെ മാത്രമേ വെള്ളം മുസ്തഅമലാകുള്ളൂ. ഇപ്പൊ ഒരു ഹൗദിൽ 2 കുല്ലത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ മുഖം കഴുകിയ വെള്ളം അതിൽ തന്നെ ഉറ്റി വീഴുന്നത് കൊണ്ട് അത് മുസ്തഅമലാവൂല, കാരണം ഇത് 2 കുല്ലത്തിൽ മുകളിലുണ്ട്. ഫലൂ ജുമിഅൽ മുസ്തഅമലു ഫബലഗ കുല്ലത്തൈനി ഫതഹൂറുൻ. ഇനിയിപ്പോ ഞാനും നിങ്ങളെല്ലാവരും ഒളു എടുത്ത വെള്ളമുണ്ട്, ആ വെള്ളം നല്ല വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം ഒരുമിച്ച് കൂട്ടിയിട്ട് 2 കൊല്ലത്തെത്തിയെന്ന് കൂട്ടിക്കോ. അങ്ങനെ കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടിയ ഒളു എടുത്ത വെള്ളം അത് ഒരുമിച്ച് കൂട്ടി 2 കൊല്ലത്തായി. അതിന് വെള്ളത്തിന് മാറ്റം പകർച്ചയൊന്നും വന്നിട്ടില്ലെങ്കിൽ ആ വെള്ളം അതോടുകൂടെ തൊഹൂറാകും. മനസ്സിലായോ? വെള്ളം അങ്ങനെ ഒരുമിച്ച് മുസ്തഅമലായ വെള്ളം അത് ഒരുമിച്ച് കൂട്ടിയിട്ട് വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ വെള്ളം തൊഹൂറാണ്. കമാലവു ജുമിഅൽ മുതനജ്ജിസു ഫബലഗ കുല്ലത്തൈനി ബിലാ തഗയ്യുരിൻ. ഏതുപോലെ? മുതനജ്ജിസായ വെള്ളമുണ്ട് എൻ്റെ അടുത്ത്, ഒരു ബക്കറ്റ് വെള്ളമുണ്ട് എൻ്റെ അടുത്ത്, അതിൽ അല്പം എന്തെങ്കിലും ഒരു നജസ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും ഓരോ ബക്കറ്റ് വെള്ളമുണ്ട്, അതിലൊക്കെ കുറച്ചെന്തോ നജസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി അങ്ങനെ ലാസ്റ്റ് നോക്കുമ്പോൾ അതിന് പകർച്ചയില്ല, ഒരു മാറ്റവും ഇല്ല, വെള്ളം നല്ല രൂപത്തിലുണ്ട്. അങ്ങനെ 2 കൊല്ലത്ത് ആവുകയും ചെയ്താൽ ആ വെള്ളവും ശുദ്ധിയാണ്, തൊഹൂറാണ്. അപ്പൊ മുസ്തഅമലായ വെള്ളവും മുത്തനജ്ജിസായ വെള്ളവും 2 കൊല്ലത്തിൽ എത്തുകയും അതിന് പകർച്ചയൊന്നുമില്ലെങ്കിൽ അത് തൊഹൂറായി മാറും. ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ നിബന്ധന, ഒരു വെള്ളം മുസ്തഅമലാവാൻ രണ്ടാമത്തെ നിബന്ധന അത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമായിരിക്കണം. ഫർളിൽ ഉപയോഗിച്ച വെള്ളമായിരിക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅമലാവൂല. ഉദാഹരണത്തിന് എനിക്ക് ഒളുണ്ട്, എനിക്ക് ഓൾറെഡി ഒളുണ്ട്, ഞാൻ പോയിട്ട് തെജ്ദീദിന്റെ ഒരു വുളു എടുക്കുകയാണ്, ഒന്നുകൂടി വുളുവിനെ പുതുക്കാൻ വേണ്ടി ഞാൻ ഒരു വുളു എടുക്കുകയാണ്. ആ വുളുവിന് വേണ്ടി എടുക്കുന്ന വെള്ളം
അതിനെപ്പറ്റി മുസ്തഅമൽ എന്ന് പറയൂല. കാരണം ഫർലായ വുളുവിലല്ല ഞാനത് ഉപയോഗിച്ചത്. ഏതുപോലെ? വെള്ളിയാഴ്ച രാവിലെയാണ്, എനിക്ക് പള്ളിയിൽ പോക്ക് സുന്നത്തുണ്ട്, അല്ല പള്ളിയിൽ പോക്ക് നിർബന്ധമാണ്, പള്ളിയിൽ പോകാൻ വേണ്ടി കുളിക്കൽ എനിക്ക് സുന്നത്താണ്. ആ സുന്നത്തായ കുളി, അതിൽ ഉപയോഗിച്ച വെള്ളം, ആ വെള്ളവും അതിന് പകർച്ചയൊന്നും വന്നില്ലെങ്കിൽ, സോപ്പൊന്നും ആയിട്ട് അങ്ങനെ പകർച്ചയൊന്നും ആയിട്ടില്ല, നേരെ ശരീരത്തിൽ ഇട്ടി വീണ് അങ്ങനെ തന്നെ എന്ത് ചെയ്തു, ശേഖരിച്ചു, ആ വെള്ളത്തെ പറ്റിയും മുസ്തഅമലായ വെള്ളം എന്ന് പറയൂല. ആ വെള്ളവും പകർച്ചയില്ലെങ്കിൽ തൊഹൂറാണ്. അപ്പൊ ഒരു വെള്ളം മുസ്തഅമലായി മാറണമെങ്കിൽ നിർബന്ധമായ കുളിയിലോ നിർബന്ധമായ വുളുഇലോ ഉപയോഗിച്ചതായിരിക്കണം. ഓക്കെ അല്ലേ? ഫൽ മുസ്തഅമലു ഫി നഫ്ലിൻ, സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം, കൽ ഗസ്ലത്തി സാനിയത്തി വസാലിസത്തി, വുളുഇൽ തന്നെ ഒരു പ്രാവശ്യം മൊത്തം എല്ലായിടത്തും കഴുകിയിട്ടുണ്ട് കൈ, രണ്ടാമതും മൂന്നാമതും കഴുകുന്ന വെള്ളം അത് മുസ്തഅമലല്ല, ആ ഉറ്റി വീഴുന്ന വെള്ളം മുസ്തഅമലല്ല. വൽ വുളുഇൽ മുജദ്ദദി, ഇനി ഒരാൾക്ക് ഓൾറെഡി വുളു ഉണ്ട്, അങ്ങനെ വുളു ഉള്ള അവസ്ഥയിൽ സുന്നത്തായിട്ട് വീണ്ടും വുളു എടുക്കണം അയാള്, തജ്ദീദിന്റെ വുളു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ളുഹ്ർ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോഴാണ് അസ്ർ ബാങ്ക് കൊടുത്തത്, എനിക്ക് വുളുണ്ട്, അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒന്നുകൂടി വുളുവിനെ തജ്ദീദ് ചെയ്യൽ, പുതുതാക്കൽ, അതെനിക്ക് സുന്നത്താണ്. അങ്ങനെ ഞാൻ എടുക്കുന്ന ആ സുന്നത്തായ വുളുവിന്റെ വെള്ളം, ആ ഉറ്റി വീഴുന്ന വെള്ളം പകർച്ചയില്ലെങ്കിൽ അതിനെപ്പറ്റി മുസ്തഅമലായ വെള്ളം എന്ന് പറയില്ല. മുസ്തഅമലായ വെള്ളമാവണമെങ്കിൽ അത് നിർബന്ധമായ കഴുകലിൽ, നിർബന്ധമായ കുളിയിലോ വുളുഇലോ ഉപയോഗിച്ചതാവണം. ഓക്കെ. ഇനി ആ ആ വെള്ളം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ട് നമുക്ക് ആ വെള്ളത്തിന് പകർച്ചയൊന്നുമില്ലെങ്കിൽ, കാണാൻ ശുദ്ധിയുണ്ട്, നിറത്തിലോ രുചിയിലോ മണത്തിലോ അതിന് പകർച്ച വന്നിട്ടില്ലെങ്കിൽ, മാറ്റം വന്നിട്ടില്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ ഏത് വെള്ളമാണ് ഇപ്പൊ പറഞ്ഞത്? അത് ഫർലായ കുളിയിലോ ഫർലായ വുളുഇന്റെ കഴുകലിലോ ഉപയോഗിക്കാത്ത വെള്ളത്തെ പറ്റിയിട്ടാണ് ആ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഒരു നിബന്ധന, ഒരു വെള്ളം മുസ്തഅമലാവാനുള്ള മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഇൻഫിസാലുഹു അനിൽ ഉളുവി, അവയവത്തിൽ നിന്ന് വിട്ടുപിരിയണം. കൈ കഴുകുന്ന വെള്ളമാണെങ്കിൽ അത് കയ്യിൽ നിന്ന് വിട്ടു പിരിയുന്ന ആ ഒരു സമയത്തെ അത് മുസ്തഅമലായ വെള്ളമായി മാറുകയുള്ളൂ. കയ്യിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അത് മുസ്തഅമലായ വെള്ളമല്ല. വലൗ ഹുക്മൻ, ആ കയ്യിൽ നിന്ന് അവയവത്തിൽ നിന്ന് വിട്ടുപോവുക എന്ന് പറയുന്നത് അതിങ്ങനെ ഉറ്റി വീണു പോകണമെന്നില്ല, അത് ഹുക്മൻ വിട്ടുപോയാലും മതി. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം, ഇപ്പോ എന്റെ കൈ ഞാനിങ്ങനെ കഴുകി, ഇങ്ങനെ കഴുകി, ഇതിപ്പോ മുട്ടാണ്, മുട്ടിന്റെ ഇങ്ങോട്ടേക്ക് കയറി ഈ തോളൻ കൈയിലേക്ക് വെള്ളം എത്തിയാൽ അത് ഉറ്റി വീണിട്ടില്ല, തോളൻ കൈയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നാലും അത് മുസ്തഅമലാണ്. കാരണം അത് ഈ മുട്ടിന്റെ കെണിപ്പിൽ നിന്ന്, ഈ കൈയിന്റെ പരിധിയിൽ നിന്ന് അത് ഇവിടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, അതുകൊണ്ട് അതോടുകൂടി തന്നെ മുസ്തഅമലാകും, ഉറ്റി വീഴണമെന്നില്ല. അപ്പോ അവയവത്തിൽ നിന്ന്, കഴുകപ്പെടുന്ന അവയവത്തിൽ നിന്ന് വിട്ടുപിരിയണം എന്ന് പറഞ്ഞത് ഒന്നുകിൽ പൂർണ്ണമായും വിട്ടുപിരിയാം, അതല്ലെങ്കിൽ ആ അവയവത്തിന്റെ ആ ഭാഗത്ത് നിന്ന് തൊട്ടടുത്ത ഭാഗത്തേക്ക് ഇറങ്ങി വന്നാലും വെള്ളം മുസ്തഅമലാകുന്നതാണ്. ഇപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് ഒരാളുടെ മുഖം കഴുകിയിട്ട് ആ വെള്ളം ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അതങ്ങ് ഇറ്റി വീണിട്ടില്ല, ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ അടിഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തെ പറ്റിയും മുസ്തഅമൽ എന്ന് പറയും. കാരണം അത് മുഖത്തിന്റെ ഈ പരിധിയിൽ നിന്ന് അത് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പൊ ഉറ്റി വീണാലും അങ്ങനെ അവയവത്തിന്റെ പരിധി വിട്ടുകൊണ്ട് മറ്റൊരു അവയവത്തിന്റെ ഭാഗത്ത് നിലനിന്നാലും അതിനെപ്പറ്റിയും മുസ്തഅമലായ വെള്ളം എന്ന് തന്നെ പറയും. ആ അത് പ്രശ്നമാകും, അങ്ങനെ യോജിക്കാതിരുന്നാലാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അപ്പോ അവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇൻഫിസാലുഹു അനിൽ വുളി വലൗ ഹുക്മൻ. അതിന്റെ ഉദാഹരണം എന്താ? ഹുക്മൻ നിലക്ക് വെള്ളം വിട്ടുപിരിയുന്നതിന്റെ ഉദാഹരണം കഅൻജാവസ മൻകിബൽ മുതവല്ലി, വുളു എടുക്കുന്നവന്റെ മൻകിബിനെ വിട്ടുകിടക്കുക, ഔ റുക്ബത്തഹു, അല്ലെങ്കിൽ അവന്റെ മുട്ടിനെ വിട്ടുകിടക്കുക. ഉദാഹരണത്തിന് മൻകിബ് എന്ന് പറയുമ്പോൾ ഇവിടെ, മുട്ട് റുക്ബത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ, ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടുകിടക്കുക, അല്ല ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടുകിടക്കുക, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ശരീരത്തിന്റെ മറ്റ് അവയവഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനാണ് പറയുന്നത്. വലാ യദുറു
പ്രശ്നമില്ല ഇൻഫിസാലുഹു മിനൽ കഫി ഇല സായിദി. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, വുദു എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ കയ്യിലാണ് വെള്ളം ഉള്ളത്, കഫില്. ഇതിനെപ്പറ്റി കഫ് എന്ന് പറയാം. കൈയിന്റെ ഈ ഉള്ളം കൈക്ക് എന്ത് പറയും? കഫ് എന്ന് പറയും. കഫിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കൈ പാരുന്ന സമയത്ത് ഇങ്ങനെയല്ലേ നമ്മൾ പാരുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആവുമല്ലേ ചെയ്യാ. അപ്പൊ ഇവിടെ ഉള്ള വെള്ളം നേരെ ഇവിടത്തേക്ക് ഇറ്റി വീഴുന്നുണ്ടാവും. ഇവിടുന്നുള്ള വെള്ളം നേരെ ഇവിടത്തേക്ക് ഇറ്റി വീഴുന്നുണ്ടാവും. അപ്പൊ ഇവിടുന്ന് വിട്ട് പിരിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഈ കൈമിലേക്ക് തന്നെയാണ് വന്ന് വീഴുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? ഇവിടെ ഇങ്ങനെ പിടിച്ചിരുന്ന വെള്ളം ഇങ്ങനെ നമ്മൾ കയ്യിലേക്ക് ആക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇവിടെ വന്ന് ചേരുക ചെയ്യുന്നത്. അത് പ്രശ്നമല്ല. ഏതുപോലെ നിർബന്ധമായ കുളിയിൽ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റുന്ന സമയത്ത് അത് മുഖത്തിലൂടെ നേരെ ഉറ്റി ഇവിടുന്ന് നേരെ നെഞ്ചിലേക്ക് വീഴുന്നു. അപ്പൊ ഇവിടെ മുഖത്ത് നിന്ന് ഉറ്റലോടുകൂടെ അത് വിട്ടുപിരിഞ്ഞു വെള്ളം, പക്ഷെ അത് നേരെ വന്ന് നെഞ്ചത്താണ് പോയി വീഴുന്നത്. അപ്പൊ ചെറിയ സമയത്താണ് വിട്ട് പിന്നിട്ട് പിന്നെ പോയി വീണ വെള്ളം, അപ്പൊ അത് മുസ്താമലാകൂല. അതിനെ തൊട്ടിട്ട് അഫുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വിട്ട് പിരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തന്നെ കയറി വരുന്നത് ഈ രണ്ട് രൂപങ്ങള്. വുദൂഇൽ കൈവെള്ളയിൽ നിന്ന് വെള്ളം വിട്ട് പിരിഞ്ഞ് ഈ കൈവിൽ തന്നെ വന്ന് പതിക്കുന്നത്, കുളിയിൽ മുഖത്ത് നിന്ന് വെള്ളം വിട്ട് പിരിഞ്ഞ് നെഞ്ഞത്തേക്ക് വന്ന് പതിക്കുന്നത്. സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണങ്ങളാണ്. ഈ രണ്ട് രൂപങ്ങളിലും വുദൂഇന്റെ ആ വെള്ളം അല്ലെങ്കിൽ കുളിക്കുന്ന ആ വെള്ളം അത് മുസ്താമലായി എന്നതിനെ പറ്റി പറയേണ്ടതില്ല. മനസ്സിലായോ? ഈ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ പറഞ്ഞു വെള്ളം മുസ്താമലാവാൻ ഉപയോഗിച്ച അവയവത്തിൽ നിന്ന് വെള്ളം വിട്ടുപിരിഞ്ഞാലും മുസ്താമലാകുന്നു. എന്നാൽ ഈ രണ്ട് രൂപങ്ങളിൽ വെള്ളം മുസ്താമലാവൂല. ആ വെള്ളം തഹൂറ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വിട്ടുപിരിഞ്ഞ് ഈ കൈമിലെത്തിയിട്ടുള്ള ഈ വെള്ളം കൊണ്ട് മൊത്തം ഫുള്ളാക്കിയാലും വുദൂഇന് പ്രശ്നമില്ല, മുസ്താമലായിട്ടില്ല. കുളിക്കുന്ന സമയത്ത് തലയിലൂടെ ഒഴിച്ച വെള്ളം ഇങ്ങനെ മുഖത്തുകൂടെ നേരെ ഉറ്റി വന്ന് നേരെ നെഞ്ചിലേക്ക് വീഴുകയാണ്, ഇങ്ങനെ വന്ന് നെഞ്ചിലേക്ക് വീഴുകയാണ്. അപ്പൊ ഈ കുറച്ച് സമയം വിട്ട് പിരിഞ്ഞ് പിന്നെ നെഞ്ചിലേക്ക് എത്തി എന്നതുകൊണ്ട് ആ വെള്ളം മുസ്താമലായിട്ട് പരിഗണിക്കൂല എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്തേലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നാലാമത്തെ നിബന്ധന, ഒരു വെള്ളം മുസ്താമലാവാനുള്ള നാലാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അദമു നിയ്യത്തിൽ ഇഗ്തിറാഫിന്റെ നിയ്യത്ത് ഉണ്ടാവരുത്. ഇഗ്തിറാഫിന്റെ നിയ്യത്ത് ഉണ്ടാവരുത്. ഫി മഹല്ലിഹാ നിയ്യത്തുൽ ഇഗ്തിറാഫിന്റെ സമയത്ത് നിയ്യത്തുൽ ഇഗ്തിറാഫ് വെക്കാതിരിക്കുക. അതെപ്പോഴാണ്? വുളൂഇല് വഹുവ ഫിൽ വുളൂഇ ബഅദ ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകിയതിന് ശേഷമാണ്. വഫിൽ ഗുസ്ലി ബഅദ നിയ്യത്തുൽ ജുനുബി. നിങ്ങളെ മൈക്ക് ഓഫ് ആയിക്കോളെ ഷെർഗ. വഫിൽ ഗുസ്ലി ബഅദ നിയ്യത്തുൽ ജുനുബി, പിന്നെ കുളിയിൽ ജനാബത്തുകാരന്റെ കുളിയിൽ നിയ്യത്ത് വെച്ചതിന് ശേഷമാണ് കുളിയിൽ വരുന്നത്. എന്ന് വെച്ചാല് നോക്കി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്, പൊതുവെ എല്ലാവർക്കും അറിയാത്തൊരു മസ്അലയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളി. എല്ലാവരും ഇവിടെ ഇല്ലേ? ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോഴേ ഓക്കെ. അപ്പൊ ഈ വുദു ഓക്കെ, അപ്പൊ എനിക്കിപ്പോ നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക, എൻ്റെ അടുത്ത് ഒരു ബക്കറ്റ് വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു ബക്കറ്റ് വെള്ളം മാത്രമേ എനിക്ക് വുദു എടുക്കാനുള്ളൂ. എൻ്റെ കയ്യിൽ കോരിയെടുക്കാനുള്ള ഒരു പാട്ടയോ അതുപോലെയുള്ള വസ്തുക്കളോ ഇല്ല എന്ന് സങ്കല്പിക്കാം. അപ്പൊ എനിക്ക് വുദുവിന് വെള്ളം എടുക്കാനുള്ള ഒരേ ഒരു മാർഗം എൻ്റെ ഈ കൈ ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വുദു ചെയ്യുക, വീണ്ടും കൈയിടുക, വീണ്ടും വുദു എടുക്കുക, വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകുക, എന്നിട്ട് വീണ്ടും എടുത്ത് ലാസ്റ്റ് കാലം കൂടി കൈ ഒഴിവാക്കുന്ന സാഹചര്യം. ഇങ്ങനത്തെ സാഹചര്യം നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപക്ഷെ ഉണ്ടാവാം. ആ സാഹചര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ഒന്നാമത് ഞാൻ ആദ്യം വെള്ളം എടുത്ത് നേരെ വുദുവിന്റെ മുഖം കഴുകി, ഓക്കെ. രണ്ടാമത് ഞാൻ ആ കൈ അതിലേക്ക് ഇടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നുള്ള ആ ചെറിയ വെള്ളം, എന്തെങ്കിലും ഒരു വെള്ളം അതിലേക്ക് ഇറ്റുന്ന സാഹചര്യം ഉണ്ടാകും. ആ കൈയിടലോടുകൂടെ ആ വെള്ളം മുസ്തഅമലാകും, പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം അത് 2 കൊല്ലത്തിൽ കുറവാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടൂളാണ് നിയ്യത്തുൽ ഇഗ്തിറാഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇഗ്തിറാഫ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം കോരുക, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക, കോരലിനെ കരുതുക. വെള്ളം ഞാനിപ്പോ വുദു എടുക്കുന്നുള്ള നിയ്യത്ത് വിട്ടിട്ട്
ഒരു വെള്ളം കോരുകയാണ് എന്ന നീയത്ത് അവിടെ വെക്കുക. ഞാൻ ഇപ്പൊ വെള്ളം കോരുന്നു എന്നുള്ളൊരു നീയത്ത് വെക്കുക. അതിനെ പറ്റിയ നീയത്തിൽ ഇഗ്തിറാഫ് എന്ന് പറയാം. അങ്ങനെ കൈ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് വെള്ളം കോരുന്നു എന്നുള്ള നീയത്തോടു കൂടെ ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് പിന്നെ ഏത് അവയവ കഴുകുന്നത്? അപ്പൊ പിന്നെ വുളുവിന്റെ നീയത്ത് വെക്കുക. ഇപ്പൊ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇനി ഞങ്ങൾക്ക് കയ്യാ കഴുകാനുള്ളത്, നിർബന്ധമായ വുളുവിന്റെ കൈ കഴുകുന്നു എന്നിങ്ങനെ നീയത്ത് വെച്ചുകൊണ്ട് കൈ കഴുകുക. വീണ്ടും എന്ത് ചെയ്യുക? ഒന്ന് കുടഞ്ഞ് നേരെ അതിലേക്ക് കൈ ഇടുന്ന സമയത്ത് എന്ത് നീയത്ത് വേണം? ഇഗ്തിറാഫിന്റെ നീയത്ത് വേണം. വീണ്ടും കൈയിട്ട് കോരി ഇഗ്തിറാഫിന്റെ നീയത്ത് കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നിർബന്ധമായ കൈ കഴുകുന്നതിനെ കരുതി വുളുവിന്റെ. വീണ്ടും നിയത്തുൽ ഇഗ്തിറാഫ് വെച്ചിട്ട് കൈയിടുന്നു, തല തടവുന്നു. ഇങ്ങനെ ഈ നിയത്തുൽ ഇഗ്തിറാഫ് തുടങ്ങുന്നത് എപ്പോഴാണ്? വുളുഇൽ തുടങ്ങുന്നത്. വഹുവ നിയത്തുൽ ഇഗ്തിറാഫ് വരുന്നത് ഫിൽ വുളു, ഈ വുളുഇൽ ബഅദ ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകിയതിന് ശേഷമാണ് അതിന്റെ സമയം. കാരണം മുഖം ആദ്യത്തെ കൈയിട്ട് കഴുകലിന് പ്രശ്നമല്ലല്ലോ. ആദ്യം കൈയിട്ടുകൊണ്ട് മുഖം കഴുകി, നിർബന്ധമായ വുളുവിനെ കരുതിക്കൊണ്ട് മുഖം കഴുകി. ഓക്കെ. ഇനി രണ്ടാമത് നമ്മൾ കൈ ഇട്ടാലാണ് പ്രശ്നം, ഒരു നീയത്തും ഇല്ലാതെ. കാരണം നമ്മളിപ്പോ വുളുവിൽ തന്നെയാണുള്ളത്. ആ നീയത്തിൽ നിന്ന് നമ്മൾ മാറി ഇഗ്തിറാഫിന്റെ നീയത്ത്, അപ്പോഴാണ് നമുക്ക് നീയത്തുൽ ഇഗ്തിറാഫ് ആവശ്യം വരുന്നത്. വുളുവിലുള്ള നീയത്തുൽ ഇഗ്തിറാഫ് മനസ്സിലായോ? നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസ്അലയാണിത്, വല്ലപ്പോഴും പെടുകയാണെങ്കിൽ. ഇതിനെ പറ്റിയിട്ടാണ് നീയത്തുൽ ഇഗ്തിറാഫ് എന്ന് പറയുന്നത്. ഇനി കേട്ടാൽ ആരും ഞെട്ടണ്ട. ഈ മസ്അല മനസ്സിലായോ? അതെ, അതിന് മുന്നേ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ ആദ്യത്തെ ഇടല് പ്രശ്നമല്ലല്ലോ. ആദ്യത്തെ മുഖം കഴുകാൻ വേണ്ടിയുള്ള ഇടല് പ്രശ്നമല്ലല്ലോ. കാരണം നമ്മൾ ഫർളിലല്ല ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഫസ്റ്റ് ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. മുഖം കഴുകിയതിന് ശേഷം, ഒരു പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഫർളിൽ ഉപയോഗിച്ച വെള്ളം നമ്മളെ കൈമിലുള്ളത്. അപ്പിടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് പ്രശ്നമല്ല. കാരണം നമ്മൾ അവിടെ സുന്നത്തായ കഴുകലാ കഴുകുന്നത്, നിർബന്ധമായ കഴുകലല്ലല്ലോ. മുൻകൈ കഴുകുന്നതും വായിൽ വെള്ളം കുപ്പിക്കുന്നത്, അതിനൊക്കെ നമ്മൾ ഉളുവിന്റെ സുന്നത്ത് എന്നുള്ള നിയത്ത് വെച്ചുകൊണ്ട് അതിങ്ങനെ കഴുകുന്നുണ്ട്, പ്രശ്നമല്ല. അതൊക്കെ ആദ്യം കഴുകാം. നമ്മളെ വിഷയം വരുന്നത് മുഖം കഴുകിയതിന് ശേഷമാണ്. മുഖം കഴുകലോടുകൂടെ ഞാൻ ഫർളിൽ എന്റെ വെള്ളം ഉപയോഗിച്ചു. മുഖം കഴുകലോടുകൂടെ ഫർളിൽ ഞാൻ വെള്ളം ഉപയോഗിച്ചു. ഈ ഉപയോഗിച്ച വെള്ളം എന്റെ ഈ കൈ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് ഇടുമ്പോഴുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്തിറാഫിന്റെ നിയത്ത് വെക്കുന്നത്. ഇഗ്തിറാഫിന്റെ ആ കൈ ഇടുമ്പോ തന്നെ നമ്മളെ ഉദ്ദേശം വുളു അല്ല. അതിനാണ് നമ്മളിപ്പോ ഇങ്ങനെ നിയത്ത് വെക്കുന്നത്. വുളുവിന് വേണ്ടിയിട്ടാലാണ് പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് നിയത്ത് വെക്കുന്നു? വെള്ളം കോരുന്നതിനെ കരുതുന്നു എന്ന് വിചാരിച്ച് കൈ എടുക്കുക, കോരുക, വീണ്ടും വേണം മുഖം കഴുകുക, അല്ലെങ്കിൽ കൈ കഴുകുക, എന്ത് വേണ്ടൊക്കെ കഴുകുക. ആ നിയത്ത് ഇങ്ങനെ വെക്കണം. കഴുകുന്ന സമയത്ത് വുളുവിന്റെ നിയത്ത് വെക്കണം. കാരണം എന്താ? വുളുവിൽ നിന്ന് വിട്ടിട്ട് നമ്മളിപ്പോ ഇഗ്തിറാഫിന്റെ നിയത്ത് വെച്ച്, കോരുക എന്നുള്ള നിയത്ത് വെച്ച് വീണ്ടും നമ്മൾ കഴുകുന്ന സമയത്ത് വുളുവിന്റെ നിയത്ത് വെക്കണം. എന്നാലേ നമ്മൾ വീണ്ടും വുളുവിലേക്ക് തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത്, അപ്പോ ഇതാണ് വുളുഇൽ മുഖം കഴുകിയതിന് ശേഷമാണ് എന്തിന്റെ സമയം? നിയത്തുൽ ഇഗ്തിറാഫിന്റെ സമയം. വഫിൽ ഗുസ്ലി, കുളിയിലാവട്ടെ, ബഅദ നിയത്തിൽ ജുനുബി, ജനാബത്തുകാരന്റെ നിയത്തിന് ശേഷമാണ്. ജനാബത്തിന്റെ കുളിയുടെ നിയത്ത് കരുതിയതിന് ശേഷമാണ് എന്ത് വരുന്നത്? ഇഗ്തിറാഫിന്റെ നിയത്ത് വെക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ എങ്ങനെയാന്ന് വെച്ചാല്, ഞാനിപ്പോ കുളിക്കാൻ എനിക്കൊരു ബക്കറ്റ് വെള്ളം ഉള്ളത്. ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് ഞാനിങ്ങനെ കൈയിട്ട് കൊണ്ടാണ് കുളിക്കുന്നത് കൂട്ടിക്കോ. കൈയിട്ടുകൊണ്ടാണ് കുളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആദ്യത്തെ ഒരു കോരൽ ഞാനിങ്ങനെ കോരി വെള്ളം എന്റെ മേത്ത് ഇടുന്ന സമയത്ത് തന്നെ ഞാൻ എന്താക്കാണ്? ഞാൻ നിർബന്ധമായ ജനാബത്തിന്റെ കുളിയെ കരുതുകയാണ്. അത് കരുതിയതിന് ശേഷം പിന്നെ എന്റെ ശരീരം എവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം എടുക്കുകയാണെങ്കിലും നെക്സ്റ്റ് ടൈം ഞാൻ വെള്ളം എടുക്കുമ്പോൾ അവിടെ മുതൽ ഇഗ്തിറാഫിന്റെ നിയത്ത് നമ്മൾ വെക്കണം. അല്ലെങ്കിൽ ഞാൻ ആ കൈ ഇടലോടുകൂടെ ആ വെള്ളം മുസ്തഅമലായി മാറുന്നതാണ്. നിർബന്ധമായി വെച്ചിരിക്കണം. രണ്ടാമത് കോരുക എന്ന് പറഞ്ഞാല് നിയത്തോടു കൂടെ ഒരു പ്രാവശ്യം നമ്മൾ കോരിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കോരലിന്, സോറി, അതന്നെ, ആ
നിർബന്ധമാണ്. അതെ. ഓക്കെ. ഇനി കേട്ടോളി. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ പറയാണ് ഫലൗ അദ്ഖലൽ മുതതഹിറു യദഹു ഫിൽ മാഇ, വുളു എടുക്കുന്നവനോ കുളിക്കുന്നവനോ അങ്ങനെ ശുദ്ധീകരിക്കുന്നവൻ അവന്റെ കൈ പ്രവേശിപ്പിച്ചാൽ ഫലൗ അദ്ഖലൽ മുതതഹിറു യദഹു ഫിൽ മാഇ, മുതതഹിർ അവന്റെ കയ്യെ വെള്ളത്തിൽ പ്രവേശിപ്പിച്ചാൽ ഹീന ഇതിൻ ബിഗൈരി നിയ്യത്തിൽ ഇഅ്തിറാഫി, നിയ്യത്തുൽ ഇഅ്തിറാഫ് ഇല്ലാതെ രണ്ടാമത് വീണ്ടും കൈ ആ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വാറൽ മാഉ മുസ്തഅമല, അതോടുകൂടെ വെള്ളം മുസ്തഅമലായി മാറുന്നതാണ്. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല, അപ്പപ്പെടും, പിന്നെ വെള്ളം കിട്ടൂല, വുളു എടുക്കാൻ, അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആ വെള്ളം മുസ്തഅമലായി കഴിഞ്ഞാൽ പിന്നെ അത് വുളുവിനോ കുളിക്കോ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ അത് 2 കൊല്ലത്താക്കി മാറ്റണം, അല്ലെങ്കിൽ വേറെ വെള്ളം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അതിനുള്ള ഒരു സൊല്യൂഷനാണ് നിയ്യത്തുൽ ഇഗ്തിറാഫ് എന്നത്. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി വൽ മുസ്തഅമലു ഫി ഹുക്മി ത്വാഹിരിൽ മുഖാലിത്ത് ഇദാ വഖഅ ഫിൽ മാഇൽ ഖലീലി. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു മസലയാണ് പറയുന്നത്. മുസ്തഅമലായ വെള്ളം നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. മുസ്തഅമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫർളായ കഴുകലിൽ ഉപയോഗിച്ച വെള്ളം. ഫർളായ കഴുകൽ വുളൂയിലാവാം, കുളിയിലാവാം. അതിനെയാണ് എന്ത് പറയുന്നത്, മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താ, യൂസ്ഡ്, ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറയുന്നത് ഫർളായ കുളിയിൽ ഉപയോഗിക്കപ്പെട്ടത്, ഫർളായ വുളൂയിലോ കുളിയിലോ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ പറയുന്നത് ഈ മുസ്തഅമലായ വെള്ളം പോലെ തന്നെയുള്ള വേറൊരു വെള്ളമാണ് ത്വാഹിർ മുഖാലിത്തായ വെള്ളം. ത്വാഹിർ മുഖാലിത്തായ വെള്ളം എന്ന് പറഞ്ഞാൽ ത്വാഹിറായ വെള്ളമാണ്, മുഖാലിത്തായ വെള്ളമാണ്. മുഖാലിത്ത് എന്ന് പറഞ്ഞാൽ നജസല്ലാത്ത വല്ലതിനോടും കൂടിക്കലർന്ന വെള്ളം. നജസല്ലാത്ത വല്ലതിനോടും കൂടിക്കലർന്ന വെള്ളം. ഉദാഹരണത്തിന് ഒരു ബക്കറ്റ് നല്ല ശുദ്ധമായ വെള്ളം, അതിൽ ഒരു 2 തുള്ളി ഉജാല ഇറ്റിക്കുന്നു, അല്ലെങ്കിൽ ഒരു 3 തുള്ളി ഡ്രോപ്പ് ഉജാല ഇറ്റിക്കുന്നു. അങ്ങനെ ഈ ഉജാലയുമായി കൂടിക്കലർന്ന വെള്ളത്തിന് എന്ത് പറയും, കൂടിക്കലർന്ന വെള്ളം എന്ന് പറയും. അതിനാണ് മാ മുഖാലിത്തു എന്ന് പറയുന്നത്. മാഉൻ മുഖാലിത്തു എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്ന, ഇടകലർന്ന വെള്ളം. ഈ കൂടിക്കലർന്ന വെള്ളം ത്വാഹിറാവാം, ത്വാഹിറല്ലാതിരിക്കാം. നജസാണ് കൂടിക്കലർന്നതെങ്കിൽ അത് നജസായിട്ടുണ്ട്. ത്വാഹിറായ മുഖാലിത്താണെങ്കിൽ ഇതുപോലെയുള്ള ഉജാല അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ കൊള്ളികളൊക്കെ, ഇങ്ങനെ ചീഞ്ഞ കൊള്ളികൾ, ചീഞ്ഞ ഇലകള്, അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് മുഖാലിത്തായ വെള്ളമാണ് എന്നൊക്കെ കൂട്ടാം. ഇങ്ങനെ വെള്ളത്തിന് ചെറിയ മാറ്റം വരുന്ന സമയത്താണ് വെള്ളം മുഖാലിത്തായ ഈ വെള്ളം നമ്മൾ പറയുന്നത്, ത്വാഹിർ മുഖാലിത്തായ വെള്ളം എന്ന് പറയുന്നത്. അപ്പോ ഈ മുസ്തഅമലായ വെള്ളത്തിന്റെ വിധി മുഖാലിത്തായ ത്വാഹിറായ വെള്ളത്തിന്റെ വിധിയാണ്. എന്ന് വെച്ചാൽ ഞാന് വുളു എടുത്തിട്ട് ബാക്കി വന്ന അല്ലെങ്കിൽ ഈ ഇസ്തിഅമാല് ചെയ്തിട്ട് പിന്നെ നിർബന്ധമായ കഴുകലിൽ വുളുവിലോ കുളിയിലോ ഉപയോഗിച്ച ഈ വെള്ളത്തിന്റെ വിധി എന്ന് പറയുന്നത്, അതിന്റെ നിയമം എന്ന് പറയുന്നത്, അത് മുഖാലിത്തായ വെള്ളത്തിന്റെ വിധിയാണ് എന്ന് ചുരുക്കം. രണ്ടും സെയിം ആയിട്ടാണ് നമ്മൾ കാണുന്നത് വിധി. ഫയുഖദ്ദറുൽ മുസ്തഅമലു മുഖാലിത്തൻ മുഖാലിഫൻ ലിൽ മാഇ ഫീ സിഫാതിഹി. ഫയുഖദ്ദറുൽ മുസ്തഅമലു, അപ്പൊ മുസ്തഅമലായ വെള്ളത്തിനെ കണക്കാക്കപ്പെടുന്നതാണ്. എന്താ പറഞ്ഞത്, അതെ, ഫയുഖദ്ദറുൽ മുസ്തഅമലു, ഈ മുസ്തഅമലായ വെള്ളം അപ്പോൾ കണക്കാക്കപ്പെടും. മുഖാലിത്തൻ, അത് കൂടിക്കലർന്ന വെള്ളമായി കണക്കാക്കപ്പെടും. മുഖാലിഫൻ ലിൽ മായി, വെള്ളത്തിനോട് എതിരിട്ട് നിൽക്കുന്ന ഒരു കൂടിക്കലർന്ന വെള്ളമായി കണക്കാക്കപ്പെടും. ഏതുപോലെ, ഉജാല വെള്ളത്തിൽ ചേരുമ്പോൾ രൂപപ്പെടുന്ന ആ വെള്ളം ശുദ്ധമായ വെള്ളത്തോട് എതിരിട്ട് നിൽക്കുന്നത് പോലെ ഫർളിൽ ഉപയോഗിച്ച വെള്ളം അതും ശുദ്ധമായ മുത്ലഖായ മാഇനോട് എതിരിട്ട് നിൽക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. എന്തുകൊണ്ടാണ് കണക്കാക്കപ്പെടും എന്ന് പറഞ്ഞത്? വുളുവിൽ ഉപയോഗിച്ച വെള്ളത്തിൽ ഉജാല പോലെ വല്ലതും കാണാനോ അല്ലെങ്കിൽ പിന്നെ വല്ലതും മണക്കാനോ വല്ലതും രുചിക്കാനോ ഒന്നും കഴിയില്ലല്ലോ. കണ്ടാൽ നല്ല പ്യുവർ വെള്ളമായിരിക്കും, പക്ഷെ ഇത് ഫർളിൽ ഉപയോഗിച്ച് കഴിഞ്ഞ വെള്ളമാണ്. അപ്പൊ കണക്കാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ ആ മുഖാലിത്തായ വെള്ളത്തിനോട്, ഇടകലർന്ന വെള്ളത്തിനോട്
അതിന് തുല്യമാണെന്ന് നമ്മൾ കണക്കാക്കും, സങ്കല്പിക്കും എന്നർത്ഥം. ഏതൊക്കെ വിഷയത്തില്? ഫി സിഫാത്തിഹി, ഈ മുഖാലിത്തായ വെള്ളത്തിന്റെ സിഫാത്തുകളിൽ. ഏതൊക്കെയാണ് സിഫാത്ത്? അതിന്റെ വിശേഷണങ്ങള് രുചി, മണം, പിന്നെ രുചി, മണം, പിന്നെന്താ? നിറം. ഒന്നാമത്തെ കാര്യം, ഈ 3 കാര്യങ്ങളിൽ മുഖാലിത്തായ വെള്ളത്തിനോട് സമമായിട്ട് നമ്മൾ സങ്കല്പിക്കും. ഫഇൻ ഗയ്യറഹു ബിഹാദ തഖ്ദീരി ലറ വഇല്ലാ ഫലാ. ഫഇൻ ഗയ്യറഹു ബിഹാദ തഖ്ദീരി ലറ വഇല്ലാ ഫലാ. ഈ തഖ്ദീർ പ്രകാരം അത് മാറ്റം വരുത്തുകയാണെങ്കിൽ, ഈ സങ്കല്പ പ്രകാരം ആ വെള്ളത്തിന് ഇത് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ലറ, അപ്പൊ പ്രശ്നമാണ്. ഇല്ല ഫല, അങ്ങനെയല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു വെള്ളം മറ്റൊരു സാധനമായി കൂടിക്കലരുമ്പോൾ 3 വിഷയത്തിലാണ് അതിന് പകർച്ച വരിക. ഒന്ന് വെള്ളത്തിന്റെ നിറം, രണ്ടാമത്തത് വെള്ളത്തിന്റെ രുചി, മൂന്നാമത്തത് വെള്ളത്തിന്റെ മണം. രുചി, നിറം, മണം, ഈ 3 വിഷയങ്ങളിലാണ് മാറ്റം വരിക. ആ മാറ്റം പ്രകടമായിട്ട് നമുക്ക് മുസ്തഅമലായ വെള്ളത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ ആ മുസ്തഅമലായ വെള്ളത്തിനെ നമ്മൾ സങ്കല്പിക്കണം. എന്തിനോട് സങ്കല്പിക്കണം? അതിന്റെ മണം ഒരു പുഷ്പത്തിന്റെ, ലാദിൻ പുഷ്പത്തിന്റെ മണത്തോട് തുല്യമാണെന്ന് സങ്കല്പിക്കണം. ലാദിൻ പുഷ്പം എന്ന് പറഞ്ഞാൽ ഈ നല്ല കട്ടി കളറുള്ള റോസ് പുഷ്പം വെള്ളത്തിൽ വീണ് കലർന്നാൽ ആ വെള്ളത്തിന് വരുന്ന മാറ്റം, അതായിട്ട് സങ്കല്പിക്കണം. അതുപോലെ അതിന്റെ രുചി, അത് റുമ്മാൻ ചാറിന്റെ രുചി, അത് ഇതിനോട് വെള്ളത്തോട് കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്ന രുചിയോട് സങ്കല്പിക്കണം. നിറമോ, അത് ചുവന്ന മുന്തിരി ചാറായി മാറുമ്പോൾ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിന്റെ രുചിയിൽ വരുന്ന വ്യത്യാസത്തോടും അതിന്റെ നിറത്തിൽ വരുന്ന വ്യത്യാസത്തോടും സങ്കല്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ ഈ വെള്ളത്തിന് മാറ്റം വരുന്നതായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിച്ചിട്ട് വെള്ളം പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് പറയാൻ കാരണം, നമ്മള് ഇപ്പോ ഒരു 2 കുല്ലത്ത് വെള്ളം ഉണ്ടെന്ന് കൂട്ടിക്കോ. നമ്മുടെ അടുത്ത് 2 കുല്ലത്തിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ മുസ്തഅമലായ വെള്ളത്തിന്റെ ഇസ്തിഅമാലിന്റെ ഖദർ ഈ രൂപത്തിലാവുകയും അങ്ങനെ അത് പകർച്ചയാകുന്ന രൂപം വരികയാണെങ്കിൽ അപ്പൊ ആ വെള്ളം പകർച്ചയായതായിട്ട് കണക്കാക്കും. പകർച്ചയുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെ ആ കണക്ക് പ്രകാരം പകർച്ചയാവുന്ന പ്രശ്നമില്ല. കാരണം വെള്ളം അത്രയും അധികം ഉണ്ട്. മുസ്തഅമലായ വെള്ളം അതിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയാണ് കൂടുതലുള്ളത്. അപ്പൊ അത്ര പകർച്ച വരുന്ന സാഹചര്യം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പിന്നെ വെള്ളം ശുദ്ധമാണ്, ആ വെള്ളം യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് കണക്കാക്കും. വളരെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മസാലയാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുതനജ്ജിസായ വെള്ളത്തെ കുറിച്ചാണ്. എന്താണ് മുതനജ്ജിസായ വെള്ളം? മുതനജ്ജിസായ വെള്ളത്തെ പറ്റി ആർക്കാണ് പറയാ? ആരാ പറയാ? മുതനജ്ജിസായ വെള്ളം എന്ന് പറഞ്ഞാൽ നജസ്സില്ലാത്ത വെള്ളാണോ? വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ മുതനജ്ജിസായ വെള്ളത്തെ പറ്റി? എന്താണ്? എല്ലാവരും ഒന്ന് ഒരു അഭിപ്രായം പറയും, എന്ത് വെള്ളാണെന്നുള്ള നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് നോക്കാം. സുബൈർക്ക് എന്താ അഭിപ്രായം മുതനജ്ജിസായ വെള്ളത്തെ പറ്റി? ബഷീർക്ക, അസ്ബീർ, അഭിപ്രായം? നജസായ വെള്ളം എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ഓക്കെ. ഇനി എന്താണ് ബഷീർഖാന്റെ അഭിപ്രായം? മുത്തനജ്ജിസായ വെള്ളത്തെ പറ്റി എന്താ അഭിപ്രായം? അസ്ബീർക്ക, നിങ്ങളുടെ അഭിപ്രായം എന്താ? കേൾക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടോ ആള്? എന്നാ പറഞ്ഞോളി, അഭിപ്രായം പറഞ്ഞോളി. മുത്തനജ്ജിസായ വെള്ളം, നജസായ വെള്ളം, വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇനി ബഷീർഖാന്റെ അഭിപ്രായം എന്താ? ബഷീർഖാന്റെ അഭിപ്രായം ഇതുവരെ വന്നില്ലല്ലോ.
ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ മുത്തനജ്ജിസായ വെള്ളം എന്ന് പറഞ്ഞത്, മുത്തനജ്ജിസായ വെള്ളം എന്ന് പറയുന്നത് അപ്പോ നജസായ വെള്ളമാണ്. മുത്തനജ്ജിസായ വെള്ളം എന്ന് പറഞ്ഞാൽ നജസുമായി കൂടിക്കലർന്ന വെള്ളം എന്നാണ് അതിന്റെ അർത്ഥം. നജസുമായി കൂടിക്കലർന്ന വെള്ളം, ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. അതിലേക്ക് കുട്ടി മൂത്രമൊഴിക്കുമ്പോൾ 2-3 തുള്ളി അതിലേക്ക് ഉറ്റി വീണു. ആ വെള്ളം അപ്പൊ നജസ്സിനോട് കൂടിക്കലർന്നു. അതോടുകൂടി ആ വെള്ളത്തെ പറ്റി എന്ത് പറയും? മുത്തനജ്ജിസായ വെള്ളം എന്ന് പറയും. അൽമാഉ ഇദാ ബലഗ കുല്ലത്തൈനി, വെള്ളം 2 കുല്ലത്ത് എത്തിയാൽ, 2 കുല്ലത്ത് എത്രയാണെന്നുള്ള നമ്മൾ പറയും. അതൊരു കണക്കാണ്. കുല്ലത്ത് എന്ന് പറയുന്നത് പണ്ട് അറബികളുടെ അടുക്കൽ ഉണ്ടായിരുന്ന നമ്മൾ ലിറ്റർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കണക്കാണ്. 2 കുല്ലത്ത് എന്ന് പറയുമ്പോൾ അത്ര വിശാലാണ്. ബഷീർക്ക് മൈക്ക് ഓഫ് ആയിക്കോളൂ. ഇതാ ബല അൽ മാഉ ഇതാ ബലഗ, അസ്ബീർക്ക നിങ്ങളെ മൈക്ക്. അൽ മാഉ ഇതാ ബലഗ കുല്ലത്തൈനി ഫഹുവ കസീറുൻ, വെള്ളം 2 കുല്ലത്ത് എത്തിച്ചേർന്നാൽ ആ വെള്ളത്തെ പറ്റി അത് കസീറായ വെള്ളമാണ് എന്ന് പറയും, അധികരിച്ച വെള്ളമാണെന്ന് പറയും. വ ഇല്ല, 2 കുല്ലത്ത് എത്തിയിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ഫഹുവ കലീലുൻ, അത് കലീലായ വെള്ളമാണ്, കുറഞ്ഞ വെള്ളമാണ് എന്ന് പറയും. അപ്പൊ കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത് കുറവുള്ളത്, വെള്ളം കുറവാണ് എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത് കുറവാണ്, വെള്ളം കൂടുതലാണ് എന്ന് പറഞ്ഞാലോ 2 കുല്ലത്ത് കൂടുതലുണ്ട് എന്നർത്ഥം. വൽ കസീറു ലാ യൻജുസു ബി മുലാഖാത്തി നജസിൻ ഇല്ലാ ഇദാ തഗയ്യറ ബിഹി ഫയൻജുസു. കസീറായ വെള്ളം അഥവാ 2 കുല്ലത്തോ അതിലധികമോ ഉള്ള വെള്ളം, ആ വെള്ളം നജസിനെ കണ്ടുമുട്ടൽ കൊണ്ട് മുത്തനജിസായി മാറൂല. എന്ന് പറഞ്ഞാൽ 2 കുല്ലത്തോ അതിലധികമോ ഉള്ള ഹൗലിലെ വെള്ളം, ആ വെള്ളത്തിൽ അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം 2 കുല്ലത്തോ അധികമോ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ആ വെള്ളത്തിൽ ഒരു 2-3 തുള്ളി മൂത്രം ഉറ്റി അല്ലെങ്കിൽ വല്ല നജസും അതിലേക്ക് കുറച്ചായി എന്നതുകൊണ്ട് നജസാകൂല, എന്നതുകൊണ്ട് നജസാകൂല ആ വെള്ളം. അതെപ്പോഴേ നജസാവുള്ളൂ? ആ വന്നുചേർന്ന നജസ് കാരണം കൊണ്ട് ആ വെള്ളത്തിന് നിറത്തിലോ രുചിയിലോ മണത്തിലോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തെ പറ്റി മുത്തനജസ് എന്ന് പറയും. ഉദാഹരണത്തിന് ഹൗദിലെ വെള്ളം ജസ്റ്റ് 2 കുല്ലത്തുണ്ട്. ആ 2 കുല്ലത്തിലുള്ള വെള്ളത്തില് പക്ഷികൾ വന്നുകൊണ്ട് കാഷ്ടിച്ചു. അങ്ങനെ ആ കാഷ്ടിച്ച കാരണം കൊണ്ട് ആ കാഷ്ടൊക്കെ എടുത്ത് ഒഴിവാക്കി. എന്നിട്ടും ഈ വെള്ളത്തിന്റെ നിറത്തിലും ചെറിയ മാറ്റമുണ്ട്, അല്ലെങ്കിൽ രുചിയിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ നല്ല മണമുണ്ട് ആ വെള്ളത്തിന്. 2 കുല്ലത്തിൽ അധികം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ വെള്ളം മുതനജിസാണ് നമ്മൾ പറയും. ആ ഉം 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 അപ്പോ 2 കുല്ലത്ത് എത്രയാണെന്നുള്ളതല്ലേ നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ വരുന്നത്? 2 കുല്ലത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിയാൻ എത്രയാണ് 2 കുല്ലത്ത് എന്ന് ആദ്യം മനസ്സിലാവണം. അത് നമ്മളിപ്പോ പറയും, അവിടെ നമ്മളെത്തും. അപ്പോ നജസിനെ കണ്ടുമുട്ടൽ കൊണ്ട് 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളം നജസാകും. 2 കുല്ലത്തിൽ കുറവുള്ള വെള്ളം നജസാകും. നജസിനെ കണ്ടുമുട്ടൽ കൊണ്ട്, ജസ്റ്റ് അതിലായി എന്നതുകൊണ്ട്, ഒരല്പമായി എന്നതുകൊണ്ട് 2 കുല്ലത്തിൽ അധികമുള്ള വെള്ളം നജസാവില്ല. 2 കുല്ലത്തിൽ അധികമുള്ള വെള്ളം നജസാവണമെങ്കിൽ 2 കുല്ലത്തിലുള്ള ഹൗല് വെള്ളം, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം, അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം 2 കുല്ലത്തിൽ അധികമുണ്ടെങ്കിൽ അത് നജസാവുന്നത് അതിൽ നജസ് വീഴുകയും ആ നജസ് കാരണം കൊണ്ട് നിറത്തിലോ മണത്തിലോ പിന്നെ രുചിയിലോ വെള്ളത്തിന് പകർച്ച സംഭവിച്ചാൽ മാത്രമേ വെള്ളം നജസായിട്ട് കൂട്ടുള്ളൂ. فإن زال تغيره بنفسه أو بماء آخر فقد طهر. ഇനി ഇങ്ങനെ സങ്കല്പിക്കാം, ഇവിടെ 2 കുല്ലത്ത് വെള്ളമുണ്ട്. ആ 2 കുല്ലത്ത് വെള്ളത്തിൽ കുറച്ച് പക്ഷികൾ വന്ന് കാഷ്ടിച്ചു പോയി. കാഷ്ടൊക്കെ എടുത്ത് ഒഴിവാക്കി, അതിൽ വെള്ളമാണ് ഉള്ളത്.
ഈ വെള്ളത്തിന് മണത്തിനൊരു വ്യത്യാസം കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹൗദ് കുറച്ച് വലുപ്പമുണ്ട്. ഇപ്പൊ നമ്മൾ അതിൽ ധാരാളമായി വെള്ളം അങ്ങ് നിറച്ചു. ഒരു 2 കൊല്ലത്തും കൂടി എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ വെള്ളം കുറെ അങ്ങ് ഇരട്ടിയായപ്പോ കുറെ ആയി തീർന്ന സമയത്ത് പിന്നെ മണത്ത് നോക്കുമ്പോ ഒന്നും വെള്ളത്തിന് ഒരു വ്യത്യാസമില്ല. പിന്നെ രുചിച്ച് നോക്കുമ്പോൾ വെള്ളത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. എന്നാ ആ വെള്ളം തൊഹൂറാകും. മുത്തനജ്ജിസായ വെള്ളം അത് ത്വാഹിർ കൊണ്ട് ധാരാളമാക്കപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു? അതിന്റെ ആ നജസിന്റെ അവസ്ഥയിൽ നിന്ന് മാറി. അതിന്റെ രുചിയോ മണമോ നിറമോ ഒന്നും, നജസിന്റെ സ്വഭാവം ഒന്നും കാണുന്നില്ല എങ്കിൽ ആ വെള്ളം ശുദ്ധിയായ വെള്ളമായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഈ വെള്ളത്തിന് പ്രശ്നമാകുന്ന മാറ്റം എന്ന് പറയുന്നത് അതേതാ? അത് രുചിയിലോ നിറത്തിലോ മണത്തിലോ ഉള്ള വ്യത്യാസമാണ്. ഏതൊക്കെ? നിറം, കണ്ണുകൊണ്ട് കാണുന്ന നിറം, നാവ് കൊണ്ട് രുചിക്കുന്ന രുചി, മൂക്ക് കൊണ്ടുള്ള മണക്കുന്ന മണം. ഈ 3 അവയവങ്ങൾ കൊണ്ട് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് നമ്മൾ വെള്ളത്തിന്റെ മാറ്റം എന്ന് പരിഗണിക്കുന്നത്. ഇനി വൽ കുല്ലത്താനി, ഇപ്പോ സുബൈർക്ക് ചോദിച്ച ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. 2 കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കണക്കാക്കുക? വൽ കുല്ലത്താനി, 2 കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ബിൽ വസനി, അത് തൂക്കി നോക്കുകയാണെങ്കിൽ, തൂക്കി നോക്കുകയാണെങ്കിൽ 500 റിത്തിലിൻ ബഗ്ദാദിയിൻ, പണ്ട് കാലത്ത് ബഗ്ദാദി റിത്തിൽ എന്നറിയപ്പെട്ട ലിറ്റർ ഉണ്ട്. ആ റിത്തിൽ പ്രകാരം അത് 500 റിത്തിലാണ്. 500 റിത്തിൽ വരും എന്ന് വെച്ചാല് അതൊരു തൂക്കാണ് നമ്മളിപ്പോ പറയുന്നത്. ആ തൂക്കം നമ്മുടെ കിലോഗ്രാമിലേക്ക് കൊണ്ടുവന്നാൽ 191 കിലോഗ്രാം ഉണ്ടാകും. തഖരീബൻ, ഏകദേശം. വബിൽ മിസാഹത്തി, ഇനി പരപ്പ് നോക്കുകയാണെങ്കിൽ ഫിൽ മുറബ്ബഇ, ഒരു സ്ക്വയർ ആയിട്ട് ഈ വെള്ളത്തെ നമ്മൾ കണക്ക് കൂട്ടാണ്. 2 കുല്ലത്ത് വെള്ളത്തെ നമ്മൾ സ്ക്വയർ ആയിട്ട് കൂട്ടാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഭാഗത്ത് ഒരേ അളവ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ അതിനെ പരമാവധി എത്രയാണ് അത് വരിക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അത് ദിറാഉൻ വ റുബ്ഉൻ തൂലൻ വ അർളൻ വ ഉംഖൻ ബിദിറാഇൽ ആദമി, അത് നീളത്തിലും അതുപോലെ തന്നെ എന്താ പറഞ്ഞേ, പിന്നെ നീളത്തിലും വീതിയിലും ആഴത്തിലും 1 ദിറാഉം 1/4 ദിറാഉം ആണ്. ഒരു മുഴം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മുഴത്തതിലായ മനുഷ്യന്റെ ദിറാ നോക്കണ്ടേ, ചെറിയ കുട്ടിയുടെ അല്ല, ബടാ വലുപ്പമുള്ള മനുഷ്യന്റെ കൈയിന്റെ ഈ മുഴയല്ല നോക്കേണ്ടത്. ഇതിനെപ്പറ്റി മുഴം തന്നെയല്ലേ പറയാ? ഈ ഇത്രയുള്ള അളവിന് എന്താ പറയല് മലയാളത്തില്? ഇല്ല, അല്ല, അടി എന്ന് പറയുന്നത് നമ്മൾ കാലിന്റെ അടിക്കാ പറയാ, ആ അളവാണ്. അടി വേറെ, മുഴം വേറെ. ഓക്കെ. അപ്പോൾ ഒരു മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 46 സെന്റിമീറ്റർ ആണ് ഏകദേശം വരുന്നത്. 46 പോയിന്റ് സംതിങ് സെന്റിമീറ്റർ. ഈ ഒരു ദിറാഉം 1/4 ദിറാഉം, ഒരു ദിറാഉം വറുബുൻ 1/4 ദിറാഉം നീളവും ആഴവും വീതിയും ഉണ്ടാകുന്ന ഒരു സ്ക്വയർ ആയിട്ടുള്ള പാത്രത്തിൽ, ആ ഒരു അളവിൽ നമ്മൾ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് ആ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് 2 കുല്ലത്ത് വെള്ളം എന്ന് പറയാം. വലിയ ബക്കറ്റ് നമ്മൾ പറയുമ്പോ ഇപ്പൊ നോക്ക്, സാധാരണ നമ്മൾ ബക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ അളവ് ഇത്ര വീതിയുള്ള ബക്കറ്റുകൾ വരുത്തുണ്ടോ? നമുക്കറിയില്ല. മറ്റേ അരിയൊക്കെ ഇടുന്ന വലിയ ബക്കറ്റൊക്കെ ആണെങ്കിലും ഒക്കെ ഇത്ര വീതിയുള്ള ബക്കറ്റുകൾ ഇല്ലല്ലോ. അപ്പൊ അത്രയും വലിയ ബക്കറ്റ് ആയിരിക്കണം. അപ്പൊ അതില് ഇത്ര വീതി കിട്ടണം, ഇത്ര നീളം കിട്ടണം, ഇത്ര തന്നെ നീളം വീതിയും ആഴവും കിട്ടണം. ആ ഒരു അളവാണ് ഏകദേശം വരുന്നത് 2 കുല്ലത്ത് എന്ന് പറയുന്നത്. അതിനെ 191 ലിറ്റർ എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ കഴിയും. 191 ലിറ്റർ.
അല്ല, വെള്ളം ഉപയോഗിക്കുന്നത് വേറെ മസലയാണ്. നമ്മളിപ്പോൾ 2 കുല്ലത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 2 കുല്ലത്ത് വെള്ളം ഏതാണ് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ബക്കറ്റ് വെള്ളമേ ഉള്ളൂ, അതിപ്പോ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക? ഇനിയിപ്പോ 2 കുല്ലത്ത് ഉണ്ടാവാൻ കാത്തുക്കാൻ കഴിയൂലല്ലോ നമുക്ക് കുളിക്കണമെങ്കിൽ. അതിന്റെ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു 1 ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പാട്ട യൂസ് ചെയ്തിട്ട് വെള്ളം മേത്തൊക്കെ ഒഴിച്ചാൽ മതി, കൈ അതിലേക്ക് ഇടാതെ ഈ വെള്ളം അങ്ങോട്ട് തെറിക്കാതെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അത് വേറെ വിഷയം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് 2 കുല്ലത്ത് വെള്ളം, അതിന്റെ കണക്ക് എത്രയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കണക്ക് എന്ന് പറയുന്നത് ഒരു 1 മുഴവും 1/4 മുഴവും നീളവും വീതിയും ആഴവും ഉള്ള ഒരു സമചതുരത്തിലുള്ള ഒരു പാത്രം. ആ പാത്രം ഈ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ആ അളവിൽ വരുന്ന വെള്ളത്തിന്റെ കണക്കാണ് 2 കുല്ലത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി കേട്ടോളി, വഫിൽ മുദവ്വരി. വഫിൽ മുദവ്വരി, ഇനിയിപ്പോ ബക്കറ്റ് പോലെയുള്ള പാത്രങ്ങളാണ് കൂട്ടിക്കോ. മുദവ്വർ എന്ന് പറഞ്ഞാല് റൗണ്ട് ഷേപ്പിലുള്ള പാത്രങ്ങൾ. ഇപ്പൊ നമ്മള് ചതുര രൂപത്തിലുള്ള സമചതുര രൂപത്തിലുള്ള പാത്രങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്ര വരിക എന്നുള്ളതാണ്. ഇനി റൗണ്ട് ഷേപ്പിലുള്ള പാത്രങ്ങളാണ്, ഇപ്പൊ ബക്കറ്റ് ഉദാഹരണം. അങ്ങനെയാണെങ്കിൽ ഏത് കണക്കാണ് അവിടെ വരിക? എത്രയാണ് വരിക? കണക്ക് ഏകദേശം വരിക എത്ര? ദിറാഉൻ അർളൻ, 1 മുഴം വീതി. 1 മുഴം വീതി ഉണ്ടാവാൻ നോക്കുക ബക്കറ്റിന്. വദിറാഅനി വനിസ്ഫുൻ ഉംകൻ, 2 ദിറാഉം 2 ദിറാഉം ദിറായ് 2 ദിറായ്. ഇപ്പൊ തന്നെ അപ്പൊ നിലത്ത് ജസ്റ്റ് നിങ്ങളെ കയ്യൊന്ന് വെച്ച് നോക്കി. ഒരു ദിറായ്, അതിന്റെ മുകളിൽ ഒരു ദിറായ്, അതിന്റെ പകുതി വരണം. അപ്പൊ ഇത്ര പൊക്കമുള്ള എന്ന് വെച്ചാല് ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ ഏകദേശം അവന്റെ നെഞ്ചിനോട് ചേർന്ന് വരും, കഴുത്തിനോട് നെഞ്ചിനോടൊക്കെ ചേർന്ന് വരുന്ന പിന്നെ ആ ഒരളവിൽ പൊക്കം വേണ്ടി വരും. 1 ദിറായ് വീതിയും വേണ്ടി വരും പാത്രത്തിന്. മനസ്സിലായോ? അപ്പൊ അത്ര വലിയ ബക്കറ്റുകളൊക്കെ അപൂർവമായിട്ടാണ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ അത്ര പൊക്കത്തിലുള്ള ബക്കറ്റുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടിനോ? സുബൈർക്ക് കണ്ടിനോ വലിയ ബക്കറ്റ്? അപ്പൊ സാധാരണ ആ ആ ഓക്കെ 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 ഓക്കെ, അത് ഓക്കെയാണ്. 200 ലിറ്ററിന്റെ ഡ്രം ആണെങ്കിൽ അത് ഓക്കെയാണ്. കാരണം 191 ലിറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഏകദേശം ഒരു ഡ്രമ്മിന്റെ അടുത്ത് ഒരു 200 ലിറ്ററിന്റെ ഡ്രം ആണെങ്കിൽ അതിൽ ഒരു 9 ലിറ്റർ ഒഴികെയുള്ള വെള്ളം അത്രയും വേണം എന്നർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? ചതുരത്തിന്റെ 2 കുല്ലത്തെ അളവ് എന്ന് പറയുന്നത് 1.5 ദിറാഅ്. 1.5 ദിറാ, സോറി 1.5 അല്ല, 1 ദിറാഉം 1/4 ദിറാഉം 1 ദിറാഉം 1/4 ദിറാഉം എന്ത് വേണം? വീതി വേണം. 1 ദിറാഉം 1/4 ദിറാഉം നീളവും വേണം. 1 ദിറാഉം 1/4 ദിറാഉം അടിയിലോട്ടും വേണം. അങ്ങനെ സമചതുരായിട്ട് രൂപപ്പെടുത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാല് 4 വക്കും ഏകദേശം ഒരു 60 സെന്റിമീറ്റർ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം അത്രയും എന്ത് വേണം? നീളവും ആഴവും വീതിയും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു പാത്രമായിരിക്കണം എന്നർത്ഥം. രണ്ടും സെയിം ആണ്. ഇതിന്റെ കണക്കും അതിന്റെ കണക്കും നിങ്ങൾ പരപ്പളവ് കൂട്ടി നോക്കിയാൽ രണ്ടും സമമാണ് വരിക. പക്ഷെ അത് നമ്മൾ പാത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് 2 രൂപത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. വിഷയം മനസ്സിലാവാൻ. ഇനി ഇങ്ങനത്തെ പാത്രം 2 പോലത്തുള്ള പാത്രമല്ല, നമുക്ക് അളന്നു നോക്കാനുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ, അല്ലെ മനസ്സിലാക്കാനുള്ള കണ്ടിട്ട് തിരിച്ചറിയാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അപ്പൊ 191 ലിറ്റർ വേണം എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിന്റെ ഡ്രം ആണെങ്കിൽ അത് നിറയാനുള്ള വെള്ളത്തിന്റെ കുറച്ച് കുറവ് ഒഴികെയുള്ള വെള്ളം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ നല്ലൊരു ഉദാഹരണമാണ്. 200 ലിറ്ററിന്റെ ഡ്രമ്മിനെ ഏകദേശം മനസ്സിൽ കണ്ടാൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്? ഓക്കെ, ഇനിപ്പോ അപ്പൊ 2 കൊല്ലത്തെ വെള്ളത്തിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി അല്ലേ? ഒരു ഡ്രമ്മിന് ഇങ്ങനെ കണക്കാക്കിയാൽ മതി, അതിൽ കുറച്ച് കുറവ് എന്നുള്ള ഒരു 9 ലിറ്റർ കുറവ്. ഇനി ഫുറൂദുൽ വുളു, വുളുവിന്റെ ഫർളുകളെ കുറിച്ചാണ് ഇനി അടുത്ത ചർച്ച. ഫുറൂദുൽ വുളു ഈ സിത്തത്തുൻ, വുളുവിന്റെ ഫർളുകൾ 6 എണ്ണമാണ്. അൽ അവ്വലു, ഒന്നാമത്തെ ഫർള് എന്താ? അന്നീയത്തു, നീയത്താണ്. വുളുവിന് നിർബന്ധമായും ചെയ്യേണ്ട ഫർളായിട്ടുള്ള കാര്യങ്ങൾ, റുക്നുകൾ ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തതാണ്
നീയത്തു. ഒന്നാമത്തത് നീയത്താണ്. നീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നീയത്തു ലുഗത്തൻ അൽ ഖസ്ദു. നീയത്ത് എന്ന് പറഞ്ഞാല് കരുതൽ എന്നാണ് അർത്ഥം. നീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരുതൽ, ഉദ്ദേശിക്കൽ. ഖസ്ദു അമലിൻ മുഖ്തരിൻ ബിഫിഅലിഹി. ഒരു പ്രവർത്തനം ചെയ്യുന്നതിനോടൊപ്പം അതിനെ കരുതുക. വെള്ളം മുഖത്തേക്ക് ആക്കുന്നതിനോടൊപ്പം നീയത്ത് വെക്കുക. അങ്ങനെ ഒരു കാര്യത്തോട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിനോടൊരുമിച്ച് ഉദ്ദേശിക്കുന്നതിനെയാണ് എന്ത് പറയാ? നീയത്ത് വെക്കുന്നതിനാണ് നീയത്ത് എന്ന് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എന്താ പറയുന്നത്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അമലുകള് സ്വീകരിക്കപ്പെടുന്നത് നീയത്തോടു കൂടെ ആകുമ്പോഴാണ്. അമലുകളെ പൂർണ്ണമാകുന്നത് നീയത്തോടു കൂടെ ആകുമ്പോഴാണ്. വതക്ഫീഫിൽ വുളൂഇ. വുളൂഇൽ മതിയാകുന്നതാണ് ഇഹ്ദൻ നിയാത്തിൽ ആത്തിയ. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു നീയത്ത് ഉണ്ടായാൽ മതി. ഓക്കെ, വുളൂഇന് പറയാൻ പറ്റിയ നീയത്തുകളാണ് ഇനി പറയുന്നത്. നവൈത്തുൽ വുളൂഇനെ കരുതുന്നു, വുളൂ ചെയ്യുന്നു എന്നുള്ള നീയത്ത് ഉണ്ടായാൽ മതി. വുളൂഇനെ കരുതുന്നു, വുളൂ ചെയ്യുന്നു എന്ന നീയത്ത് മുഖം കഴുകുമ്പോൾ വരണം. നവൈത്തു അദാ അൽ വുളൂഇ. വുളൂഇനെ അദാ എന്ന് പറഞ്ഞാൽ വീട്ടുന്നു. വുളൂഇനെ ഞാൻ വീട്ടുന്നു, വുളൂഇനെ ഞാൻ വീട്ടുന്നു എന്നുള്ള നീയത്ത് വെക്കാം. മൂന്നാമത്തെ നീയത്ത് നവൈത്തു ഫർളൽ വുളൂഇ. ഫർളായ വുളൂഇനെ ഞാൻ കരുതുന്നു. വുളൂ ആകുന്ന ഫർളിനെ ഞാൻ കരുതുന്നു, നിർബന്ധമായ വുളൂഇനെ ഞാൻ കരുതുന്നു. നവൈത്തു അദാ ഫർളിൽ വുളൂഇ. ഇനി വുളൂ, ആ നിർബന്ധമായ വുളൂഇനെ വീട്ടാൻ ഞാൻ കരുതുന്നു. ഇങ്ങനെയൊക്കെ നിയത്ത് വെക്കാം. ഇനി അഞ്ചാമത്തെ നിയത്ത് കേട്ടോളി. നവൈത്തു, ഞാൻ കരുതി, ഇസ്തിബാഹത്തു സ്വലാത്തി. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതുന്നു. അങ്ങനെ നിയത്ത് വെക്കാം. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ നിയത്ത് വെക്കുന്നു. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതി. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതി എന്നിട്ട് വുളൂ എടുത്താൽ മതി, കുഴപ്പമില്ല. വുളൂവിന്റെ നിയത്തിൽ അത് പെടും. പിന്നെ രണ്ടാമത്തെ നിയത്ത്, വേറെ നിയത്തും കൂടെ ഉണ്ട്. നവൈത്തു ത്വഹാറത്ത ലിസ്സലാത്തി. നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണത്തെ, ത്വഹാറത്തിന് ഞാൻ കരുതി എന്ന് വെച്ചിട്ട് നിയത്ത് വെക്കാം. ഈ അവസാനം പറഞ്ഞ രണ്ട് നിയത്തിന് ഒരു പ്രശ്നമുണ്ട്. ആ രണ്ട് നിയത്തുകള് പിന്നെ അതായത് ഔ നഹ്വിഹ മിമ്മ ലാ യുബാഹു ഇല്ലാ ബിൽ വുളൂഇ. പിന്നെ ആ പറഞ്ഞതുപോലെ തന്നെയുള്ള വേറെ ചില കാര്യങ്ങളും നീയത്ത് വെക്കാൻ പറ്റും. നമ്മളിപ്പോ നിസ്കാരത്തെ ഹലാലാക്കാൻ കരുതുന്നതല്ല പറഞ്ഞത്. ഇപ്പോ ഖുർആൻ ഓതുന്നതിനെ ഖുർആൻ തൊടുന്നതിനെ ഹലാലാക്കാൻ ഞാൻ കരുതി. ഖുർആൻ തൊടാൻ ഹലാലാക്കുന്നത് ഞാൻ കരുതി എന്നിട്ട് വുളൂ ചെയ്യുക. കാരണം എന്താ? ഖുർആൻ തൊടണമെങ്കിൽ വുളൂ നിർബന്ധമാണ്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ വുളൂ നിർബന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ ഹലാലാക്കാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാലും വുളൂവിന്റെ നിയത്തായി. അപ്പൊ വുളൂവിന്റെ നിയത്ത് വളരെ വിശാലാണ്. ഇനി നവൈത്തു ത്വഹാറത അനിൽ ഹദസി. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്താൻ ഞാൻ കരുതുന്നു എന്ന് നിയത്ത് വെച്ചാലും മതി. നവൈത്തു റഫ് അൽ ഹദസി. അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കരുതി. അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കരുതി എന്നിട്ട് വുളൂ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോ ഈ എല്ലാ നിയത്തും കൂടി വെക്കണം എന്നില്ല. ഇതൊക്കെ പറ്റും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ ചെയ്യണം എന്നൊന്നല്ല. മനസ്സിലായോ? നവൈത്തുൽ വുളൂ, ഞാൻ വുളൂവിനെ കരുതുന്നു എന്നുള്ള നിയത്ത് ഉണ്ടായാൽ മതി. വുളൂ ചെയ്യുന്നു എന്നുള്ളൊരു നിയത്ത്, വുളൂവിനെ കരുതുന്നു മതി, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ആ നിയത്തെങ്കിലും ഉണ്ടായാൽ മതി. വുളൂവിനെ കരുതുന്നു, സിമ്പിൾ ആയിട്ടുള്ള നിയത്ത്. വുളൂവിനെ ഞാൻ കരുതുന്നു, മുഖം കഴുകുന്ന സമയത്ത് വുളൂവിനെ കരുതുന്നു എന്നുള്ള നിയത്ത് വെക്കാം. നിർബന്ധമായ വുളൂവിനെ കരുതുന്നു കൂടി കരുതിയ ഉഷാറായി. നിർബന്ധമായ വുളൂവിനെ ഞാൻ കരുതുന്നു. ഓക്കെ, വുളൂ റെഡി. ഇനി വദായിമുൽ ഹദസി ലാ തക്ഫീഹി ഇല്ലാ വാഹിദത്തു. അതുപോലെ തന്നെ അവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നിയത്തിന്റെ പറഞ്ഞപ്പോ മുഖത്തരിനായിട്ട് വരണ നിയത്ത്. ഞാൻ മുഖം കഴുകി ഒരു പകുതിയായിട്ട് ഇവിടെ എത്തിയിട്ട് വെള്ളം കഴുകി ഇങ്ങനെ ഇവിടെ എത്തിയിട്ടല്ല ഞാൻ എന്ത് ചെയ്യേണ്ടത്? നിയത്ത് വെക്കേണ്ടത്. വെള്ളം ഇങ്ങനെ പാർന്ന് മുഖത്ത് പാർന്നതിന് ശേഷം ഇങ്ങനെ പോയിട്ട് നിയത്ത് വെക്കലല്ല. പാര തുടങ്ങുന്ന സമയത്ത് തന്നെ നിയത്ത് വരണം. അതിങ്ങനെ ചിന്തിച്ചിങ്ങനെ വസ്വാസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാരുന്ന സമയത്ത് എന്തായാലും വുളൂ ചെയ്യുന്നുള്ള ബോധം ഉണ്ടാവില്ലേ? ആ ഒരു നിയത്ത് വെച്ചോളാം, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ആരും വസ്വാസ് ആവരുത്. ആ തുടക്ക സമയത്ത് തന്നെ നിയത്ത് ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. കാരണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ചിങ്ങനെ കഴുകി താഴത്ത് ഇവിടുന്ന് നിയത്ത് വെക്കുന്നെങ്കിൽ ഈ ഭാഗം കഴുകിയതായിട്ട് കൂട്ടു, ഈ ഭാഗം കഴുകിയതായിട്ട് കൂട്ടൂല. ഈ ഭാഗമേ ഫർളായിട്ടുള്ള കഴുകൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ? നമ്മൾ രണ്ടാമത് കഴുകുന്നില്ല, ഒറ്റ പ്രാവശ്യം കഴുകിയിട്ട് ഒപ്പിക്കേണ്ട പരിപാടിയാണെങ്കിൽ
അവിടെ ഈ ഭാഗം കഴുകപ്പെട്ടിട്ടുണ്ടാവില്ല. ചില തിരക്കുള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ വുളുവിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി വദായിമുൽ ഹദസി ലാ തക്ഫീഹി ഇല്ലാ വാഹിദത്തും മിനൽ ഖംസിൽ ഊല. ഈ പറഞ്ഞതില് ഈ നിത്യാശുദ്ധിക്കാരന് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ പറഞ്ഞ എല്ലാ നിയത്തുകളും നിത്യാശുദ്ധിക്കാരനിക്ക് പറ്റൂല. നിത്യാശുദ്ധിക്കാരനിക്ക് ആദ്യത്തെ 5 നിയത്തുകളെ പറ്റുള്ളൂ. ആദ്യത്തെ 5 നിയത്തുകളെ പറ്റുള്ളൂ. നവൈത്തു ത്വഹാറത്ത ലിസ്വലാത്തി, നവൈത്തു ത്വഹാറത്ത അനിൽ ഹദസി, നവൈത്തു റഫ്അൽ ഹദസ്. അശുദ്ധിയെ ഉയർത്തുന്നു എന്നുള്ള ഈ നിയത്തുകൾ നിത്യാശുദ്ധിക്കാരനിക്ക് വെച്ചാൽ മതിയാവൂല. ഓന് ഉളുവിനെ നീ കരുതിയാൽ മതി, ഉളുവിനെ വീട്ടിൽ നിന്ന് കരുതി, ഈ നിയത്തുകളൊക്കെ പറ്റൂ. അശുദ്ധിയെ ഉയർത്തുന്നുള്ള നിയത്ത് എനിക്ക് പറ്റൂല. കാരണം ഓനിക്ക് പൂർണ്ണമായിട്ട് അശുദ്ധി ഉയർന്നു പോകുന്നില്ല, ഓനിക്കിപ്പോൾ അഫ്വാണ്, അങ്ങനെ പോവാണ്. അപ്പോൾ അവസാനം പറഞ്ഞ 3 നിയത്തുകൾ അത് അവനിക്ക് പറ്റൂല. ഫലാ യൻവി ത്വഹാറത്ത വലർ റഫ്അ ലിബഖായി ഹദസിഹി. അതുകൊണ്ട് അവന് എന്ത് നിയത്ത് വെക്കരുത്? ഞാൻ അശുദ്ധിയെ ഉയർത്തുന്നു, അശുദ്ധിയിൽ നിന്നുള്ള ത്വഹാറത്തിനെ കരുതുന്നു എന്നീ നിയത്തുകളും വെക്കാൻ പാടില്ല. കാരണം ലിബഖായി ഹദസിഹി, ഓന്റെ ഹദസ്, ഓന്റെ അശുദ്ധി അപ്പോഴും ബാക്കിയാണ്, അതുകൊണ്ടാണത്. ഓ യജിബു, ഒരു കാര്യം കൂടിയും പറയുകയാണ്. ഓ യജിബു, നിർബന്ധമാണ്. കർനു നിയത്തി, നിയത്തിനെ ഒരുമിച്ച് കൊണ്ടുവരണം. ബി അവ്വലി ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ നിയത്ത് എന്ത് ചെയ്യണം? ഒരുമിച്ച് വരണം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഫമാ ഖാറനഹ ഫഹുവ അവ്വലുഹു. അപ്പൊ കഴുകലിന്റെ തുടക്ക ഭാഗമായിട്ട് കണക്കാക്കുന്നത് നിയത്ത് ഏതിനോടാണ് ഒരുമിച്ചുള്ളത് ആ ഭാഗമാണ്. അതാ ഞാൻ പറഞ്ഞത്, മുഖം കഴുകിയിട്ട് ഇവിടെ എത്തിയിട്ടാണ് ഒരുത്ത നിയത്ത് വെച്ചായിട്ട് കണക്കാക്കുന്നെങ്കിൽ ഇവിടുന്ന് മുതൽ അങ്ങോട്ടേ മുഖം കഴുകിയതായിട്ട് കൂട്ടുള്ളൂ, അതുവരെ കഴുകിയത് കൂട്ടൂല. അപ്പൊ വീണ്ടും കഴുകിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മുഖം മുഴുവനാക്കണം എന്നർത്ഥം. ഫയജിബു ഇആദത്തു മാ സബഖഹ മിൻഹു. അപ്പോൾ അതുവരെ കഴുകിയിട്ട് എന്ന് വെച്ചാല് മുഖത്തിന്റെ ഇങ്ങനെ കഴുകി വന്ന് ഇവിടെ എത്തുമ്പോൾ നിയത്ത് വെച്ചേ, അപ്പൊ ഇതുവരെ ഈ കഴുകിയ ഭാഗങ്ങൾ അത് വീണ്ടും എന്ത് ചെയ്യണം? കഴുകണം, നിർബന്ധമായിട്ടും കഴുകിയിരിക്കണം. കാരണം നിർബന്ധമായ വുളുവിന്റെ കഴുകല് കഴുകിയതായിട്ട് അതിനെ പരിഗണിക്കൂല എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളി. 5 മിനിറ്റും കൂടെ ഉണ്ട്, നമുക്ക് കുറച്ചും കൂടി ഒക്കെ പോകാൻ കഴിയും. എന്തുണ്ടോ? ഓക്കെ, തുടർന്ന് പോയാൽ മതി. പിന്നെ നിയത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ നിർബന്ധമായ വുളു വെച്ചല്ലോ, ഒരു വെച്ചാൽ മതി. ഓരോന്ന് കഴുകുമ്പോൾ അങ്ങനെ നിയത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ കഴുകലിന് ആവശ്യമുള്ളൂ. അതായത് നമ്മളിപ്പോൾ കുറേ നിയത്ത് പറഞ്ഞ കൂട്ടത്തില് അശുദ്ധിയെ ഉയർത്തുന്നു, ത്വഹാറത്തിനെ കരുതുന്നു എന്ന് പറയുന്ന 2-3 നിയത്തുകൾ നമ്മൾ ലാസ്റ്റ് 3 പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തതും 7-ാമത്തതും 8-ാമത്തതും 8 രൂപങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ നിയത്തുകള് നിത്യാശുദ്ധിക്കാരൻ വെച്ചാൽ മതിയാകൂല. ഓൻ എന്ത് തന്നെ വെക്കണം? വുളുവിനെ കരുതുന്നു, വുളുവിന്റെ ഫർളിനെ കരുതുന്നു, വുളുവിനെ വീട്ടാൻ കരുതുന്നു, ഇങ്ങനെയുള്ള നിയത്തുകളൊക്കെ എനിക്ക് വെക്കാം. ഈ പറഞ്ഞ അശുദ്ധിയെ ഉയർത്തുന്നുള്ള നിയത്ത് പറ്റൂല, ത്വഹാറത്തിനെ കരുതുന്നുള്ള നിയത്ത് പറ്റൂല. കാരണം എന്തേ? ഓന്റെ അശുദ്ധി പൂർണ്ണമായി ഉയർന്നു പോകുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. കാരണം നിത്യാശുദ്ധിക്കാരനല്ലേ. ഈ വുളു എടുക്കുന്ന സമയത്ത് ഓന്റെ അശുദ്ധി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അശുദ്ധി ഉയർത്തുന്നു എന്ന് നിയത്ത് വെച്ചിട്ട് കാര്യമില്ല, വുളുവിനെ കരുതുന്നു എന്ന് നിയത്ത് വെച്ചോണ്ട് കുഴപ്പമില്ല. എല്ലാത്ത ആളുകൾക്ക് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും നിയത്ത് ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഓക്കെ. ഇനി രണ്ടാമത്തെ, ഒന്നാമത് നമ്മളിപ്പോൾ പറഞ്ഞത് വുളുവിന്റെ ഫർളുകൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ ഫർള് ഗസ്ലുൽ വജ്ഹി, മുഖം കഴുകലാണ്. രണ്ടാമത്തെ ഫർള് മുഖം കഴുകലാണ്. അൽ വജ്ഹു, മുഖം എന്ന് പറഞ്ഞാൽ എന്താ? മുഖം കഴുകൽ എന്ന് പറയുമ്പോൾ മുഖത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് മുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ വജ്ഹു, മുഖം എന്ന് പറയുന്നത് തൂലൻ, നീളത്തിൽ നോക്കുകയാണെങ്കിൽ മാ ബൈന മനാബിത്തി ശഅരി റഅസിഹി, മാ ബൈന മനാബിത്തി ശഅരി റഅസി, തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ, എന്ന് വെച്ചാൽ ഈ കാണുന്ന എല്ലാവരും തൊട്ടോക്ക്, മുഖം തലമുടി മുളക്കുന്ന ഈ സ്ഥലം മുതൽ, വ മുൻതഹൽ ലിഹിയത്തൈനി, താടി തൊട്ടോക്കുക. ഈ താടിയുടെ ഈ എല്ലിന്റെ അവസാന ഭാഗം ഉണ്ടല്ലോ, ഈ കൂടിച്ചേർന്ന് ഈ അവസാന ഭാഗം, ഇവിടം വരെയാണ് എന്ത് വരുന്നത്? മുഖം എന്ന് പരിഗണിക്കുന്നത്. വീതിയിലോ വ അർലൻ,
മാ ബൈന ഉദുനൈഹി, ഉദുൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുതൽ കൂട്ടിയാൽ മതി, ഈ ചെവിക്കുറ്റി മുതൽ കൂട്ടിയാൽ മതി. മാ ബൈന ഉദുനൈഹി, ഈ രണ്ട് ചെവിക്കുറ്റിന്റെ ഇടയിലുള്ള ഭാഗമാണ്. അപ്പൊ ഈ ഭാഗം മുഖത്തിൽ വരും. കണ്ടോ? ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒന്ന് തൊട്ടോക്കി, ഈ ഭാഗമൊക്കെ മുഖത്തിന്റെ ഭാഗമാണ്. ഉളു എടുക്കുന്ന സമയത്ത് നല്ലോണം കയറ്റിയിട്ട് അവിടെയൊക്കെ കഴുകി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഫലാ യജിബു, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. വ യജിബു ഗസ്ലു ഷഅരിഹി ലാഹിറൻ വ ബാത്തിനൻ, മുഖത്തുള്ള രോമങ്ങള്, അതിൽ മീശ പെടും, താടി പെടും, ഈ താടി പെടും, ഈ ഭാഗം പെടും, എല്ലാം പെടും. ഈ മുടികളെല്ലാം അതിന്റെ ഉള്ളും പുറവും കഴുകിയിരിക്കണം. എന്ന് പറഞ്ഞാല് മുകളിൽ കൂടി ഇങ്ങനെ, താടി വലിയ താടിയാ, മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം പാറ്റിയത് കൊണ്ട് കാര്യമില്ല. ഇല്ല കസീഫൽ ലിഹിയത്തി വൽ ആരിദി, ഈ താടിയും അടിത്താടിയും ഈ സൈഡിലുള്ള താടിയും ഇത് വളരെ കസീഫാണ്, നല്ലോണം മുടിയുണ്ടോ ഉണ്ടെങ്കിൽ, കെട്ടിപ്പടഞ്ഞ് കിടക്കുന്ന നല്ലോണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവനിങ്ങനെ എല്ലാ ഭാഗത്തും ഉള്ളിലോട്ട് എത്തിച്ച് ഫുള്ളായി വെള്ളം ഇങ്ങനെ പാർന്ന് ബക്കറ്റ് ഒഴിച്ച് ഇങ്ങനെ കഴുകിക്കൊള്ളണം എന്നില്ല. ഓന് ബാക്കി ഭാഗങ്ങൾ കൃത്യമായി കഴുകുകയും ആ ഭാഗങ്ങൾ പരമാവധി ഓനെ കൊണ്ട് കഴിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് കഴുകിയാലും മതിയാകുന്നതാണ്. ഇല്ല കസീഫൽ ലഹിയത്തി വല്ല അരലി, അതിന്റെ എല്ലാ ഭാഗത്തും ഓരോ ഭാഗത്തും വെള്ളെത്തി ആ മുടീന്റെ എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല. ഫലാ യജിബു ഗസ്ലു ബാത്തിനിഹിമ, അതാണ് പറഞ്ഞത്. ഈ ഈ ഇവിടെ ഈ ഭാഗത്തും ഈ ഭാഗത്തുള്ള താടി വളരെ കസീഫാണ്. എൻ്റെ ഈ താടിയൊന്നും മതിയാവില്ല, നല്ലോണം കട്ടി പിടിച്ച് കിടക്കുന്ന താടിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉൾഭാഗത്ത് എല്ലായിടത്തും വെള്ളം എത്തിച്ചോളണം എന്ന് നിർബന്ധമില്ല. വൽ കസീഫു, അപ്പോ നല്ലോണം കട്ട പിടിച്ച താടി എന്ന് പറഞ്ഞ ഏതാ? മാലം തുറൽ ബഷറത്തു മിൻ ഖിലാലിഹി ഫി മജ്ലിസി തഖാതുബി ഉർഫൻ, താടി ഇത്ര ഉണ്ട്. എന്താണ് ഇപ്പൊ കട്ടിയ താടി എന്ന് മനസ്സിലാക്കാൻ, താടി ഇത്ര ഉണ്ട്. ഈ താടിന്റെ ഇപ്പുറത്തുനിന്ന് ഒരാൾ മുന്നിൽ ഒരാൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഭാഗം കാണൂല, ഈ താടി കൊണ്ട് മറഞ്ഞു നിൽക്കുന്ന ഭാഗം ഒന്നും കാണൂല. അങ്ങനെയുള്ള താടിക്കാണ് കട്ടിയുള്ള താടി എന്ന് പറയുന്നത്. ആ താടിയുടെ ഉൾഭാഗത്ത് എല്ലായിടത്തും വെള്ളം എത്തിച്ചോളണം എന്ന് നിർബന്ധമില്ല എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ നമ്മൾ മുഖം കഴുകുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. അത് കുറച്ചും കൂടി പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതെ, ഇല്ലില്ല ബാധകമല്ല, ഇല്ലില്ല അങ്ങോട്ട് ബാധകമല്ല. അതെ അതെ, അത്രേ ആവശ്യമുള്ളൂ. ഈ മുഖം എന്ന് പറയുന്നത് ഈ താടിയല്ലാണ് അതിന്റെ പരിധി. താടിയിലെ ഉള്ളിൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന രോമങ്ങൾ അത് താടിയിൽ പെടൂല. അതിന്റെ അർത്ഥം അവിടെ തീരെ കഴുകാൻ പാടില്ല എന്നല്ല, നമ്മൾ മുഖത്ത് വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മൊത്തത്തിൽ എല്ലായിടത്തും കഴുകുന്നതാണ് നല്ലത്. സുന്നത്തുമാണത്. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻഷാ അല്ലാ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സ്വലാത്തിലേക്ക് വിളി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.